നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവിനെയും ശാലിനെയും ശ്യാമയെയും ഒന്നിച്ച് തകർക്കാനുള്ള ഒരു ആയുധം. അതൊന്ന് തൊടുത്താ മാത്രം മതി. എല്ലാത്തിന്റെയും നെഞ്ചു തുളച്ച് കടന്നു പോകുന്ന ബ്രഹ്മാസ്ത്ര. അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അടുക്കാൻ കൊള്ളാത്ത, അടുപ്പിക്കാൻ കൊള്ളാത്ത, അകത്തി നിർത്തേണ്ട ഇനം. സുഖഭക്ഷണം, സുഖതാമസം അല്ലേ? ജീവിതം അങ്ങ് സുഖിക്കല്ലേ? ഇതിപ്പോ ഇറങ്ങി ഒരു മുന്നറിയിപ്പില്ലായിരുന്നല്ലോ. നീ എന്താ കരുതിയത് എന്റെ 16 അടിയന്തരം അതിനകത്തായിരിക്കുന്നോ? അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു ഇറക്കം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കേറ്റത്തിനൊരു ഇറക്കവും വേണ്ടേ ജഗദീപേ? എന്നും മറ്റുള്ളവര് ജയിക്കുന്നത് കണ്ടിരുന്നാ മതിയോ? ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ജയിക്കണ്ടേ? നമ്മക്കെന്ന് പറഞ്ഞ ഞാനും പേരിനൊരു ഭർത്താവായ നീയും. ഈ ഭാര്യയും ഭർത്താവും പകുതിക്ക് പകുതിയാണെന്നല്ലേ പറയുന്നത്? ആര് പറയണത് ചുമ്മാ. പക്ഷെ ഞാൻ സുസ്മിതയുടെ വരവ് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷ. ഈ ജയിലിൽ ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടി മോഹൻലാലൊക്കെ സിനിമയിൽ വരുന്ന പോലെ, ഈ പഴയ പടത്തിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു മുറിപീടിയൊക്കെ വലിച്ച് ഒരു ചെറിയ കടലാസ് പൊതിയൊക്കെ കഷ്ടത്തിങ്ങനെ വെച്ച് ഈ പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നാരങ്ങ വെള്ളം എന്ന് പറയും. ഈ കണ്ണൊക്കെ ഉണ്ടല്ലോ, ഉപ്പന്റെ കണ്ണുകളൊക്കെ ചുമാന്നിരിക്കും. അതാണ് ജയിലിൽ നിന്നുള്ള ഇറക്കത്തിന്റെ പഞ്ച്. കാണികളുടെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്നിരിക്കും. ഈ പെരുമ്പറ അടിക്കുന്നില്ലേ അതുപോലെ. ശത്രുക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അവിടെ നമ്മൾ ഇടവേളയെന്ന് എഴുതി കാണിക്കും. ഇതൊരുമാതിരി പഞ്ചില്ലാത്ത ഇറക്കമായി പോയി സുസ്മിതേ. ഇറക്കത്തിന് പഞ്ചില്ലെങ്കിലും ഇനിയുള്ള ഓരോ കളിക്കും പഞ്ചുണ്ടാവും ജഗദീപേ. നീ കണ്ടോ, ഇനി ഇതില് നീ പറഞ്ഞ പോലെ ഇടവേളയൊന്നുമില്ല. നോൺ സ്റ്റോപ്പ് ആക്ഷൻ. അതും അർണോൾഡിനെ വെല്ലുന്നത്. കൂടെ നിന്നാലേ തടി കാത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ കട്ടയും പടോ. ഇവളപ്പ കൊല്ലിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക. സൂക്ഷിച്ചും കണ്ടു നിന്നില്ലെങ്കിൽ ചത്തുപോയ അപ്പൂപ്പന്മാർക്കൊപ്പം എന്റെ പടവും ഭിത്തിയിൽ കയറും. ശിവനേ, നീ എന്തോ കുരുട്ടാലോചിക്കാണല്ലോ. അതല്ല, ഈ കുറെ നാളുകൾക്ക് ശേഷം വരുന്ന ഭാര്യയ്ക്ക് വിഭവസമൃദ്ധമായിട്ട് എന്തു കൊടുക്കും എന്ന് ആലോചിക്കുകയായിരുന്നു. ജയിലിലെ കഞ്ഞിയും ചപ്പാത്തിയൊക്കെ കഴിച്ച് കുടല് ചത്തിരിക്കുമല്ലേ. പിന്നെ പരാജയത്തിന്റെ ഒരു വ്യത ഇപ്പോഴും മുഖത്തുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് വോഡ്ക വാങ്ങിക്കണോ വിസ്കി വാങ്ങിക്കണോ എന്നൊരു ചിന്തയും ഇല്ലാതില്ല. അങ്ങനെ ഇപ്പൊ നീ എന്റെ കാശിന് കൂച്ചണ്ട. പിന്നെ നിന്റെ മുഖത്ത് നീ പറഞ്ഞ പോലെ പരാജയഭാവമൊന്നുമില്ല. സുസ്മിത എവിടെ വീണാലും 4 കാലിലാണെന്ന് അറിയാലോ. അകത്താണെങ്കിലും പുറത്താണെങ്കിലും സുസ്മിതയ്ക്കെന്നും സുവർണകാലം തന്നെ ആയിരിക്കും. ജയിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ജയിച്ച് കാണിക്കുകയും ചെയ്യും. അല്ല, പക്ഷെ ഇപ്പൊ ഈ ശത്രുപക്ഷത്തുള്ളവരൊക്കെ ഒന്നിച്ചെന്നോ ഒന്നിക്കാൻ പോകുന്നെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. ഈ ലയനം എപ്പോഴും ശക്തി കൂട്ടുന്നതാണെന്നറിയാലോ. അത് രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി, ജീവിതത്തിലായിരുന്നാലും ശരി. അതിനനുവദിക്കരുത്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. കേട്ടല്ല, സുസ്മിതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. പാട എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ കാണിച്ച് പുല്ലിനെ എങ്ങനെയെങ്കിലും വീണ്ടും ജയിലിൽ കൊണ്ടിടണം.
ഇവിടെ നിന്ന് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ജഗദീപേ, ഇത് സുസ്മിതയുടെ രണ്ടാം വരവാ. ഒരു പെണ്ണിന്റെ രണ്ടാം വരവെന്ന് പറയുമ്പോ തന്നെ അവളെ ദ്രോഹിച്ചവരൊക്കെ ഒന്ന് പേടിക്കണം. കാരണം പെണ്ണും പാമ്പും ഒരുപോലെയാ, പക മനസ്സിൽ കൊണ്ടു നടക്കും. അവസരം കിട്ടുമ്പോ പണി, പിന്നെ പണിയാനുള്ള അവസരം അതാരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. ഇല്ലെങ്കിലേ വിലയ്ക്ക് വാങ്ങിക്കും. പിന്നെ നീ എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ഇല്ലല്ലോ അല്ലേ? അയ്യേ, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോലുമില്ല. ഇനിയും ചിന്തിക്കരുത്. ഹലോ, സുസ്മിതയാണ്. മാഡം, എന്റെ പേര് നീലിമ. ഞാനിപ്പോ NM ഹോസ്പിറ്റലിൽ നഴ്സാ. നമ്മള് തമ്മിൽ ഇതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുണ്ട്. ആ, നഴ്സ് ദിവ്യയുടെ അനുജത്തിയാ. ആ, പറ നീലിമേ, എന്താ നീലിമയ്ക്ക് പറയാനുള്ളത്? മാഡത്തിന് വളരെ ഉപകാരപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരാനാ ഞാൻ വിളിക്കുന്നത്. നിന്റെ ചേച്ചി എന്നെ വിളിച്ചിരുന്നതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഈ ഇൻഫർമേഷൻ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ചെറിയൊരു പ്രതിഫലം ആവശ്യപ്പെടും. നിന്റെ വിളിയുടെ ടോൺ മാറിയപ്പോഴേ പ്രതിഫലത്തിന്റെ കാര്യം എനിക്ക് കത്തിമോളെ. ഇനി നീ തുക കൂടി പറഞ്ഞാ മതി, എന്നിട്ട് ഞാൻ പറയാം എനിക്കത് കേൾക്കണോ വേണ്ടയോന്ന്. നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഞാൻ പറയുന്ന വിവരങ്ങൾക്ക് 30 ലക്ഷത്തിന്റെ പകിട്ടുള്ളതാ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെറും 10 ലക്ഷം മാത്രം. നീയേ വേറെ ആളെ നോക്ക്, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആ തിരക്കിട്ട പണിക്ക് തവിടും പിണ്ണാക്കും വിതറാൻ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം ഉപയോഗിച്ചാലോ? വിഷ്ണുവിനെയും ശാലിനിയെയും ശ്യാമയെയും ഒന്നിച്ച് തകർക്കാനുള്ള ഒരു ആയുധം. അതൊന്ന് തൊടുത്താൽ മാത്രം മതി, എല്ലാത്തിന്റെയും നെഞ്ചു തുളച്ച് കടന്നു പോകുന്ന ബ്രഹ്മാസ്ത്ര. അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എന്താ നോക്കുന്നോ? സമ്മതം, ബാക്കിയെല്ലാം നേരിൽ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.